നമ്മൾ പുതിയ സിം എടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഫ്രഷ് പോലീസ് സ്റ്റേഷൻ ആണെന്നൊക്കെ പറയില്ലേ, അല്ലെങ്കില് എടോ നീ എവിടെയോടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റിക്കില്ലേ, ബോയ്സിനൊക്കെ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ടീച്ചറായി, പക്ഷെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ടീച്ചർ ആവുന്നത് ഇഷ്ടമല്ല സത്യമായിട്ട് എനിക്ക് ഇഷ്ടമല്ല ടീച്ചർ ആവാൻ, റിയൽ ആയിട്ട് കേട്ടോ. അപ്പൊ എനിക്ക് സാരി തീരെ കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് അതിന്റെ നല്ല വിഷമമുണ്ട്. ടീച്ചർ ആയത് കാരണം എനിക്ക് സാരി എടുക്കേണ്ട അവസ്ഥ. അതെ, എനിക്ക് നെഗറ്റീവ് കമന്റ്സ് കണ്ട് എനിക്ക് വിഷമം വരും ഇപ്പോഴും. അതെ, എനിക്ക് വിഷമം വരും. സാധാരണ ഇൻഫ്ലുവൻസർ ലെവലിൽ വരുന്നവർക്ക് ഈ കണ്ട് തഴമ്പിച്ച് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ. ഞങ്ങളുടെ ബേബി എന്നാ ഞങ്ങളുടെ സീരിയലിൽ പറയാം. അപ്പൊ നമ്മള് റേറ്റിംഗ് ഒക്കെ കുറഞ്ഞ ബേബി വെന്റിലേറ്ററിലാണല്ലോ, നമ്മളത്ര നോക്കി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഭവം. നേരിട്ട് കാണാനും ഭയങ്കര സുന്ദരിയൊക്കെ തന്നെയാട്ടോ. അതല്ലേ ഞാൻ പറയേണ്ടതായിരുന്നേ. ഞാനത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പറയാതെ വിചാരിച്ചു. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കരച്ചിലെന്ന് പറയുന്നത്. ഞാൻ ഇതുവരെയും കരഞ്ഞ് അഭിനയിച്ചിട്ടില്ല. ഈ സീരിയലിൽ വന്നപ്പോഴാണ് ഞാൻ കരയാൻ തുടങ്ങിയത്. അതെ, കരയാൻ തുടങ്ങിയത്. അതിന്റെ നല്ല ബുദ്ധിമുട്ട് എനിക്കുണ്ട്. എനിക്ക് ഇഷ്ടമല്ല. എല്ലാവരും പറയണ്ടേ മീൻ എന്തിനാണ് ഈ ഫുൾ ടൈം കരഞ്ഞോണ്ട്. എനിക്ക് ഇഷ്ടമല്ല കരയാൻ, എനിക്ക് ചിരിക്കാൻ തന്നെ ഇഷ്ടം. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നേക്കാൾ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നതാണല്ലോ. കുറെ നേരം ഉള്ളിൽ ആലോചിച്ചിട്ട് ഇങ്ങനെ എപ്പോ പറയാൻ കിട്ടും. എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ ആൾക്കാർ എന്നുള്ളൊരു പേടിയൊക്കെ അവരുടെ മൈൻഡിലുണ്ടായിരിക്കും. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കഴിവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എല്ലാവർക്കും വരുന്നൊരു ടെൻഷനാണ് അത്. അയ്യോ, ഫസ്റ്റ് ബോഡി ഷേമിംഗ് എന്നുള്ളൊരു പേരാണ് കൊടുക്കേണ്ടത്. അതെ, അതൊക്കെ ഫസ്റ്റ് കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ അതൊരു ലക്കായിട്ട് കാണുക. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചേച്ചിക്ക് ശരിക്കും ആദ്യം അറിയായിരുന്നോ നമ്മുടെ ജോൺ ചേട്ടൻ അല്ല നായകൻ എന്നുള്ള കാര്യം അറിയായിരുന്നു? ഫസ്റ്റ് തന്നെ സ്റ്റോറി നമുക്ക് പറയും. പിന്നെ നമുക്ക് തമിഴ് ഉണ്ടോളെ, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്. അപ്പൊ തമിഴില് ഈറമാന റോജാവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലിന്റെ റീമേക്ക് ആണ്. ഭയങ്കര ഹിറ്റ് സീരിയലായിരുന്നു. ഹിന്ദി ആണെങ്കിലും ഹിറ്റായിരുന്നു. അപ്പോൾ അതിലത്തെ പെയറാണ്, ആ പെയറാണ് ശരിക്കും നല്ല ഹിറ്റ് ആക്കിയത്. കാരണം മേ ബി സീരിയൽ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവണമെന്നില്ല, പക്ഷെ അതിലത്തെ പേരിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പേരിന് ഇഷ്ടമില്ലെങ്കിൽ കഥ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഇതില് പേര് നല്ല ഹിറ്റായിരുന്നു. അപ്പോ ഈ ആദ്യേട്ടൻ മരിച്ച കാരണം എനിക്ക് നല്ല പേടിയുണ്ടാവും. ഇനി ഞാൻ അനിയനെ കിട്ടി ദൈവമേ, ആ ഗർഭം എന്റെ തലയിലാണല്ലോ അങ്ങനെ. കാരണം അവൻ എന്നെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ എന്നെ ഇപ്പൊ എല്ലാരും പറയും അവള് എന്തൊക്കെയായിരുന്നു, ആദ്യേട്ടനായിട്ട് ഭയങ്കര ദിവ്യപ്രണയായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മള് ആ ഒരു എപ്പിസോഡ് ഇറങ്ങിയ ഒരു 1 വീക്ക് 2 വീക്സ് കഴിഞ്ഞപ്പോ തന്നെ ആൾക്കാര് ശരിക്കും മീനുവിന് അർജുൻ തന്നെയായിരുന്നു മാച്ച്. കാരണം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചേട്ടാ നീ എക്സ്പെക്ട് ചെയ്തായിരുന്നു നമ്മുടെ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് നെഗറ്റീവ് കമന്റ്സ് കണ്ട് എനിക്ക് വിഷമം വരും ഇപ്പോഴും. അതെ, എനിക്ക് വിഷമം വരും. സാധാരണ ഇൻഫ്ലുവൻസർ ലെവലിൽ വരുന്നവർക്ക് ഈ കണ്ട് തഴമ്പിച്ച് നെഗറ്റീവ് കമന്റ്സ്. ഞങ്ങൾ ഇപ്പോഴും, ഞാനാണെങ്കിലും രാഹുൽ സുരേഷ് ആണെങ്കിലും, ഞങ്ങൾ ഇപ്പോഴും യൂട്യൂബ് കമന്റ്സ് ഞങ്ങൾ നോക്കും, റീഡ് ചെയ്യും. ഞങ്ങൾ എന്നും ഡെയിലി എപ്പിസോഡ് കണ്ടു കഴിഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് ടിവിയിൽ കാണാൻ ടൈം ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പൊ നമ്മള് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിയൊക്കെ ആയിരിക്കും എപ്പിസോഡ് കാണാം. അപ്പൊ ഒരു കോള് വരും. അപ്പൊ എനിക്ക് മനസ്സിലാവും നെഗറ്റീവ് അല്ല, നമ്മള് എപ്പിസോഡ് കണ്ടിട്ട് നമ്മൾ പറയും അത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് അങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാറില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനത്തെ ഡിസ്കഷൻ ഉണ്ടാവും. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ വാട്സ്ആപ്പ് ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ ടൈം, കാരണം ഞങ്ങൾ പറയാ ഞങ്ങളുടെ ബേബി എന്നാ ഞങ്ങളുടെ സീരിയലിൽ പറയാം. അപ്പൊ നമ്മള് റേറ്റിംഗ് ഒക്കെ കുറഞ്ഞ പറയൂ നമ്മുടെ ബേബി വെന്റിലേറ്ററിലാണല്ലോ, ഞങ്ങൾക്ക് ഇപ്പോഴും ഇത്രയും ഇതായിട്ട് പോലും ഞങ്ങൾ ഇപ്പോഴും കമന്റ്സ് നോക്കും. പറയും നോക്കിക്കേ ആ കമന്റ് കണ്ടോ, അപ്പൊ പറയും കണ്ടോ അർജുനാണ് ഫാൻസ്, ഞാൻ ബ്ലാക്ക് ഷർട്ട് ഇട്ടപ്പോൾ ആൾക്കാർക്കൊക്കെ ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും, കാരണം എല്ലാരും ഞങ്ങളുടെ അടുത്ത് പറയുന്നോ അത് 3 മാസത്തേക്കേ ഉണ്ടാവുള്ളൂ സീരിയൽ തുടങ്ങിയിട്ട്, ഞങ്ങൾ എങ്ങനെയാണോ ഇപ്പൊ നമുക്കൊരു കുഞ്ഞിനെ നമ്മൾ 2 മാസം 3 മാസം ഒന്നുമല്ലല്ലോ നോക്കുക, അതേപോലെ തന്നെ ഞങ്ങൾ സീരിയൽ നോക്കണേ. സോ നോക്കി വളർത്തിക്കൊണ്ട് വരണം. ശരിക്കും എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഡബ് ചെയ്യുന്നത് ദേവി ചേച്ചി അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പം ഡബ് ചെയ്യുന്ന ചേച്ചി ഡബ് ചെയ്യണല്ലേ ഏറ്റവും ചെറിയ ആർട്ടിസ്റ്റ്, ഐ മീൻ പ്രായം കൊണ്ട് ഏറ്റവും ചെറുതും ഒക്കെ ചേച്ചി ആയിരിക്കും അല്ലേ? ശരിക്കും നമ്മുടെ ദേവി ചേച്ചി കുറെ സീനിയർ ആയിട്ടുള്ളവർക്കാണ് ഡബ് ചെയ്തേ കാണിച്ചുള്ളത്. അപ്പൊ ആ ഭാഗ്യം ഇപ്രാവശ്യം ചേച്ചിക്കാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്നെ സ്ക്രീനിൽ കാണുന്ന പോലെ നേരിട്ട് കാണാം. അതെല്ലാരും പറയാറുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് പറയുമ്പോൾ കുറച്ചും കൂടെ ഏജ് ഭയങ്കര സൈസ് തോന്നിക്കും, ഏജ് തോന്നിക്കും. പിന്നെ നമ്മളെ സാരി ഒക്കെ എടുത്ത് നല്ല അടിപൊളി കുട്ടിയൊക്കെ ആയിട്ട് നിർത്തിട്ടല്ലോ. മീൻ എന്ന് പറയുമ്പോൾ കൃഷ്ണേന്ദും മീനും നമ്മൾ വ്യത്യാസം. മീനും നല്ല അടിപൊളിയാണ്, സുന്ദരിയാണ്, നല്ലൊരു നാളെ. ശരിക്കും അതെ, നേരിട്ട് കാണാനും ഭയങ്കര സുന്ദരിയൊക്കെ തന്നെയാട്ടോ. അതല്ലേ ഞാൻ പറയേണ്ടതായിരുന്നേ. അതെ അതെ, ഫസ്റ്റ് പറയണ്ടേ, ഞാനത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പറയാതെ വിചാരിച്ചു. അങ്ങനെ. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ കുറച്ച് സത്യം പറഞ്ഞാൽ എന്നെ ഒരു മൊബൈൽ ക്യാമറയിൽ തന്നെ നമ്മള്
കാണുമ്പോ തന്നെ നല്ല ചേഞ്ച് ഉണ്ട്. കാരണം എന്നെ തന്നെ ഓരോരുത്തർ കാണുമ്പോ മൊബൈൽ എടുത്ത് ക്യാമറ തന്നെയാണോ നീ, അത് തന്നെയാണ് ഞാൻ. അപ്പം പക്ഷെ അതിലാണ്ടോ ഞാൻ ശരിക്കും നിന്ന് പോകുന്നേ. അല്ല അങ്ങനെ പറയാൻ പറ്റില്ല, ബിക്കോസ് ചേച്ചിക്ക് ആ ഒരു ഫോട്ടോ ഫേസ് സംഭവം ഉള്ളതുകൊണ്ടാണല്ലോ. അതൊരു ലക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ ഈവൻ മോഡലിംഗ് ആണെങ്കിലും എല്ലാരും ഫസ്റ്റ് കാണുമ്പോ പറയും അയ്യോ ചെറിയ, സത്യം പറഞ്ഞാൽ അതിന് നമ്മള് ഫസ്റ്റ് ബോഡി ഷേമിംഗ് എന്നുള്ളൊരു പേരാണ് കൊടുക്കേണ്ടത്. അതെ, അതൊക്കെ ഫസ്റ്റ് കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ അതൊരു ലക്കായിട്ട് കാണും. കാരണം നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ട് നല്ല ഇതായിട്ടിരിക്കാനാണ് നോക്കുക, അങ്ങനെ. പിന്നെ എന്റെ ഒരു ഏജ് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്റെ ഏജിന്റെ ഒരു അതെന്നോട് ചോദിക്കരുത്, ആ ഏജിന്റെ ഒരു ഇത് അത്ര തോന്നുന്നില്ല എന്നൊക്കെ നേരിട്ട് കാണുമ്പോ എല്ലാരും പറയാറുണ്ട്. നമ്മളെപ്പോഴും യങ് ആയിട്ടിരിക്കാൻ അത്ര 22 അല്ല കൂടുതലാണ്. അപ്പൊ ഏജ് പറയത്തില്ല. അതെ അതെ, നല്ല കൂടുതലാണ്. അപ്പൊ ഏജ് എന്തായാലും പറയത്തില്ല. അതെ അതെ, പറയുന്നില്ല, ഞാൻ പറയാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നെ ഇന്റർവ്യൂവിന് പോവാന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ ഫ്രണ്ട്സ് പറഞ്ഞു നീ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും നന്നായിട്ട് ഉത്തരം പറയണം, 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് വേണം പറയാം. അവിടെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് വിളിച്ച് പറയരുത് എന്നൊക്കെ. ഏജ് ഗസ് ചെയ്യുമ്പോ കൂടി പോവാറുണ്ടോ? ചില ആരെങ്കിലും ചോദിക്കാറുണ്ടോ? 32 out of 40 അങ്ങനെ ചോദിക്കാറില്ല? കൂടുതലൊന്നും പറയാറൊന്നുമില്ല. അപ്പൊ ബ്ലെസ്ഡ് ആണ്. കുർത്തിയൊക്കെ ഇടുമ്പോ പിന്നെ നമ്മള് പിന്നെ ഡ്രസ് അനുസരിച്ചിരിക്കും നമ്മുടെ ഒരു ലുക്കും. അല്ല ഈവൻ നമ്മളൊരു ഹെയർ സ്റ്റൈൽ തന്നെ മാറ്റി കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ച് വരും ഏജിലല്ലേ. അതുകൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഉച്ചയ്ക്ക് പോകുന്ന ഇതിന്റെ റേറ്റിംഗ്, നമ്മുടെ ഏത് സീരിയലിന്റെ ഏറ്റവും ലോസ്റ്റ് റേറ്റിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മറ്റുള്ള ചാനൽസിന്റെ ടോപ്പ് റേറ്റിംഗ് ആയിരിക്കും നമ്മൾ. അതാണ് നമ്മുടെ ഏഷ്യാനെറ്റിന്റെയും നമ്മുടെ സീരിയൽസിന്റെയും ഒരു പവർ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാറ്റിയ സമയത്തല്ലേ എപ്പോഴും നല്ല വിഷമമുണ്ട്. എനിക്കുണ്ട്. ഇപ്പൊ ഇന്നലെ പോലെ ഞങ്ങള് വിഷു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാലേ, അപ്പൊ സാറിനെ കണ്ടപ്പോ ഞങ്ങൾ സാർ എന്തെങ്കിലും ഞങ്ങളുടെ സീരിയൽ ഉച്ചയ്ക്കാണെങ്കിലും പോലും നല്ല റേറ്റിംഗിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് പിന്നെ വർക്കിംഗ് ഉള്ള ആൾക്കാർക്കൊന്നും കാണാൻ പറ്റില്ല, അവർ ഹോട്ട്സ്റ്റാറിലൊക്കെ ഇരുന്ന് കാണും. എന്നാലും നമുക്ക് ടിവിയിൽ കാണുമ്പോഴാണല്ലോ അതിന്റെ റേറ്റിംഗ്. അപ്പൊ ഓക്കെ. പക്ഷെ എന്നാലും നമ്മള് 2 മണി സീരിയലാണെങ്കിലും 9 മണി സീരിയലാണെങ്കിലും 8 മണി സീരിയലാണെങ്കിലും നമ്മള് പക്കയായിട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. നമ്മള് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഔട്ടങ്ങ് കൊടുക്കും. ഓക്കെ. എന്റെ ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോൺ എ ഫ്രണ്ട്. കേട്ടിട്ടുണ്ടോ സെഗ്മെന്റ്? ഇവിടെ വന്നപ്പോ തന്നെ പറഞ്ഞു ശ്വേത ചേച്ചി ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ ഇത്ര ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഈ കുട്ടിയാണല്ലേ നല്ലതെന്ന് പറയേണ്ടതിന് അവരെ ശ്വേത ചേച്ചി ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോഴേ ഞാൻ ഉള്ളി വിചാരിച്ച ഈ ഒരു ടാസ്ക് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് ശ്വേതനെ വിളിക്കും. വിളിക്കേണ്ടാവുന്നേ. അപ്പൊ നമ്മുടെ ശ്വേത ചേച്ചി നമ്മുടെ മൈൽ സ്റ്റോണിന്റെ ആങ്കർ കൂടെ ആണ് ചേച്ചി. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ശ്വേത ചേച്ചിനെ തന്നെ വിളിക്കാം. അയ്യോ എന്തിന്? അപ്പൊ ചേച്ചി ഇത് പ്രാങ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വേത ചേച്ചിനെ വിളിച്ചിട്ട് പറയാ ഇന്റർവ്യൂവിന് വന്നായിരുന്നല്ലോ, ബട്ട് ശ്വേത ചേച്ചിനെയാണ് നമ്മൾ ആങ്കർ ആയിട്ട് പ്രതീക്ഷിച്ചായിരുന്നത്. ബട്ട് ഇത് വേറെ കുട്ടിയാണല്ലോ. ശ്വേത ചേച്ചിനെ നമ്മുടെ ആങ്കറും കൂടാണ്, ചേച്ചിയുടെ ക്ലോസ് ഫ്രണ്ടും കൂടാണ്. അപ്പൊ അങ്ങനെ വിളിക്കണോണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഫണ്ണായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആരെയും പ്രാങ്ക് എന്നുള്ള രീതിയൊന്നും ചെയ്തിട്ടില്ല. പ്രാങ്ക് ചെയ്തിരിക്കുന്ന ഒന്നല്ലെങ്കിൽ എവിടെയെങ്കിലും വിളിച്ചെന്നിട്ട് സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താ പറയാ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പുതിയ സിം എടുത്തു കഴിഞ്ഞാൽ എല്ലാരും ചെയ്യുന്ന ഫ്രഷ് പോലീസ് സ്റ്റേഷൻ ആണെന്നൊക്കെ പറയില്ലേ, അല്ലെങ്കില് എടോ നീ എവിടെയോടോ പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റിക്കില്ലേ, ബോയ്സിനൊക്കെ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതാണെങ്കിൽ പോലും ഞാനും അവരും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ നമ്മള് രണ്ടുപേരുടെ ഒരു പ്രൈവസി, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ക്ലോസ് ഫ്രണ്ട്സിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ. ചിലപ്പോ ഫസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ അവര് പറയും അങ്ങോട്ടേക്ക് പറയേണ്ട ആവശ്യമില്ല, അപ്പൊ തന്നെ പറയും. ഇപ്പൊ നമ്മുടെ കാളിദാസിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു, അങ്ങനെയല്ല, കാളിദാസ് വിളിച്ചില്ലായിരുന്നു, ഇവിടെ തങ്കമ്മ ആയിരിക്കില്ല. അത് പറഞ്ഞിട്ട് ചിലപ്പോ അവര് ഏതെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാർ കേൾക്കും. പക്ഷെ മേ ബി അത് അവർക്ക് ചിലപ്പോ ഫീൽ ആയി വരും. പക്ഷെ ഏതൊക്കെ പ്രശ്നമൊന്നുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ അത്ര വലിയ പുറത്തറിയാൻ പാടാത്ത സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, രഹസ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് വിളിക്കാൻ ഞാൻ ഓക്കെയാണ്. വിളിക്കാൻ ഓക്കെയാണ്. വേറെ ഉള്ള ആൾക്കാരുടെ അടുത്ത് പറയാൻ നിങ്ങൾ ഇതൊന്ന് ചിന്തിക്കണം. പ്രൈവസി, അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ചിലപ്പോ അതൊരു ഇഷ്യൂ വരെ നിങ്ങളുടെ കച്ചവടം ഞാൻ മുടക്കുകയാണെങ്കിൽ ഞാൻ വിളിക്കാം. കുഴപ്പമില്ല. ശ്വേതയായ കാരണം എനിക്ക് അവളെ അറിയാം, അവള് പ്രത്യേകിച്ച് വേറെ അങ്ങനെ സംഭവങ്ങൾ പറയില്ല എന്നറിയാം. ഞങ്ങൾ അതുകൊണ്ട് ശ്വേത ചേച്ചിനെ പ്രിഫർ ചെയ്തത്. ചേച്ചിക്കും കൂടെ കംഫർട്ടബിൾ ആയിരിക്കണമല്ലോ. ഓക്കെ, വിളിച്ചിട്ട് എന്താ ചെയ്യാൻ?
അപ്പൊ ശ്വേത ചേച്ചി വിളിക്കുക, ഇന്റർവ്യൂവിന് മുമ്പ് നിൽക്കട്ടെ ചേച്ചി. അപ്പൊ ചേച്ചി ഇങ്ങനെ വന്നു കയറിയപ്പോൾ വേറെ കുട്ടി ആങ്കർ ഇങ്ങനെ ഇരിക്കണു. അപ്പൊ ചേച്ചി ശ്വേത ചേച്ചിനെ വിളിച്ച് പറയാം, ക്ലോസ് ഫ്രണ്ടും കൂടെ ആണല്ലോ. അപ്പൊ വിളിച്ചിട്ട് പറയാ, നീ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ ഇത് ഭയങ്കര പറ്റിക്കണ പരിപാടി പോയി, ലൈക്ക് ശ്വേത ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ ഇനി ശ്വേത ചേച്ചി ഉള്ളൊരു ദിവസം പറ, അപ്പം നമുക്ക് ഇന്റർവ്യൂ എടുക്കാം. അങ്ങനത്തെ ഒരു ടോണില് കുറച്ച് ഹാർഷായിട്ടൊക്കെ സംസാരിച്ചോ. ഓക്കെ, വിളിക്കാം. ചേച്ചിക്ക് അത് നിഷ്കളങ്കയായിട്ട് പറ്റത്തില്ല. ഞങ്ങൾ എങ്ങനെ ആ ഓക്കെ, നോർമൽ ടോണില് സംസാരിച്ചു. ഞങ്ങൾ കുറച്ച് നല്ല എന്നാലും ചിരിക്കല്ലട്ടാ. ശരിയല്ല. ഇല്ല ഇല്ല. ഓക്കെ, ഞാൻ ഡയറക്ടർ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ വിളിച്ചോ. വിളിക്കണം. ആ എന്റെ ഫോണിൽ വിളിക്കണ്ടേ? ആ പിന്നെ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട്. ഡാർലിംഗ് എവിടെയാ? അപ്പൊ നീ മൈൽ സ്റ്റോണില് വർക്ക് ചെയ്യുന്നില്ലേ? ഞാൻ പറഞ്ഞായിരുന്നില്ലേ എന്നെ ഒരു കുറെ ആയിട്ട് ഇന്റർവ്യൂവിന് വിളിച്ചായിരുന്നെന്ന്. എടി ഞാൻ വിചാരിച്ചു നീ ആയിരിക്കും. നീ ഇപ്പൊ ഹെവി ആൾക്കാരെ മാത്രമേ ഇന്റർവ്യൂ ചെയ്യുന്നുള്ളൂന്നൊക്കെ കേട്ടല്ലോ. വിളിച്ചില്ലേ? ഞാൻ മറ്റേ അപ്പു ഉണ്ടല്ലോ, അപ്പു വിളിച്ച ടൈമിൽ ഞാൻ പറഞ്ഞു ശ്വേത എന്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു. എന്റെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? അടിപൊളി. അപ്പൊ ഞാൻ വിചാരിച്ചു നീ ആയിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നു ശ്വേതയാണെങ്കിൽ ശ്വേത മതി എന്ന് പറഞ്ഞു. എടി ഞാനിപ്പോ ഇവിടെ എത്തി, ഇവിടെ മറ്റേ കളമശ്ശേരിയോ കുസാറ്റിന്റെ അവിടെയോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ വേറെ എന്തോ ഏതൊരു കൊച്ചാണ്. പേര് എനിക്കറിയില്ല, ഒരു കുട്ടിയാണ്. ഞാൻ പറഞ്ഞു ശ്വേതയാണെങ്കിൽ അത് വിചാരിച്ചിട്ട് ഞാൻ വന്നേന്ന് പറഞ്ഞു. You cheat, you bloody cheat. നമ്മളാണ് നമ്മൾ അടിച്ചു പൊളിച്ച് സെറ്റ് ആയിട്ട് നമുക്ക്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ പിന്നെ വന്നാലോ? ഞാനിപ്പോ എന്തായാലും ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് എത്തിയതാ. എനിക്കാണെങ്കിൽ ഒന്നാമത് വയ്യ. ഞാൻ വിചാരിച്ചു നിനക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ശ്വേതയാണെച്ചെങ്കില് ഞാൻ ശ്വേതയുടെ കൂടെ ചെയ്യാൻ വേണമെങ്കിൽ അവൾക്കൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാം, ഞാൻ അന്ന് വരുന്നുണ്ടല്ല വേറെ ആളെന്നൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇതിപ്പോ ഇന്നലെ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വന്നത്. മറ്റേ നക്ഷത്ര ജ്വല്ലറിയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആരാണ്? ആരാ? ഇല്ലില്ല, ഞാൻ ഒറ്റയ്ക്കാ. അപ്പോ കുട്ടി നീ ഇന്ന് വരാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നിനക്ക്? ഇന്നില്ലേ? നീ ഇപ്പൊ ഫ്രീ ആണോ ഇപ്പോ? ഇല്ല, ഞാനിപ്പോ നോർത്തിൽ എന്റെ ഫ്രണ്ട് ശ്വേത സന്ദീപ് ഉണ്ട്, അവളുടെ അടുത്തേക്ക് ഞാൻ വന്നേക്കാം. നമ്മളെയൊന്നും വേണ്ട. ഒരു മാതിരി ഞാൻ സത്യമായിട്ട് ഞാൻ നിന്നെ വന്നിട്ട് നിനക്ക് സർപ്രൈസ്, ഞാൻ വ്ളോഗൊക്കെ തുടങ്ങിയിട്ട് വന്നതായിരുന്നു സർപ്രൈസ് ഒക്കെ തരാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോവാ, ഞാൻ വയ്യാന്നൊക്കെ പറയാം, പിന്നെ വരാം. അയ്യോ എടി ഒന്നാമത് എനിക്ക് സമയമായി, എനിക്ക് വീട്ടിലെത്തുമ്പോഴേക്കും ടൈമാകും. ഇപ്പൊ എത്ര മണി? 6:52 ട്രെയിൻ ഉണ്ട്. ഞാൻ അങ്ങനെ പറയാം എനിക്ക് വയ്യ അങ്ങനെയെന്ന് പറയാം. പിന്നെ നീ ഒന്ന് റിക്വസ്റ്റ് ചെയ്യ്. നീ ഒന്ന് ചോദിച്ചോക്ക്, നമുക്ക് വേറെ ദിവസം ചെയ്താലോ? അല്ല ശ്വേത മതി എന്ന് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അവര് എന്തോ ഇവരൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയല്ല. എനിക്ക് തീരെ വയ്യ, എന്ത് വയറുവേദനയെന്ന് പറയാം, തീരെ വയ്യ അതാന്ന് പറയാം. അറിയില്ല, ഞാൻ ഇപ്പുറത്ത് മാറി നിക്ക. ഇവിടെ നീ ഈ സ്ഥലത്തല്ല തോന്നുന്നു നീ ഇന്റർവ്യൂ ചെയ്ത്, മറ്റേ ഇംഗ്ലീഷിലൊക്കെ വലിയ കാര്യമായിട്ട് നീ ഇന്റർവ്യൂ ചെയ്തൊക്കെ കണ്ടല്ലോ. അപ്പൊ നീ മെയിൻ വലിയ ആൾക്കാരെ ഇന്റർനാഷണൽ ലെവലൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നല്ലേ? നീ ഒന്ന് വിളിച്ചു പറയോ? എനിക്ക് ഒന്നാമത് വയ്യ. ഇന്ന് വന്നായിരുന്നു അവൾക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ദിവസം ഇന്റർവ്യൂ ഞാൻ ചെയ്യാന്ന് പറയുന്നേ. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? എന്നാലും നടക്കുവോ? ഞാൻ ഓൾറെഡി അങ്ങനെ വേറെ ആർക്കും ഇന്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ഏഷ്യാനെറ്റിന് മാത്രമേ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്നെ അടിച്ച് പൊളിക്കായിരുന്നു. നീ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് അവൾക്ക് തീരെ വയ്യ, അങ്ങനെ എന്തെങ്കിലും നീ പറ. ഒന്ന് പറഞ്ഞു. അല്ല ഒന്നാമത് ഇല്ലില്ല എടാ, എനിക്ക് ഒന്നാമത് സത്യമായിട്ട് എനിക്ക് വയ്യ. ഒന്നാമത് ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു. അല്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അവള് പറഞ്ഞത് അവൾക്ക് തീരെ വയ്യാന്നും കൂടി നീയും കൂടി ഒരു ഇത് കൊടുക്ക്, പറ. ഇല്ല, അവളെ എങ്ങനെയാ നിങ്ങളുടെ അടുത്ത് പറയാന്നുള്ള രീതിക്ക് എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് പറയും. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇവരുടെ അടുത്ത് വയ്യാന്നൊക്കെ പറയാ, അവർക്ക് ചിലപ്പോ വൈക്ലബി ആയാലോ. ആര്?
നൈസ്. അടിപൊളി. ഞാൻ വന്നു എന്ന് പറയാൻ വേണ്ടിട്ടായിരിക്കും. അയ്യോ, നീയാന്ന് പറയണോ ഇപ്പൊ ഈ കോളില്? നോ, അല്ല ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു പറഞ്ഞാ മതി. ഓക്കെ ബൈ, ടാറ്റ. കോള് കട്ട് ചെയ്തു. എന്റെ ദൈവമേ, എന്നെ പ്രാങ്കാന്ന് പറയല്ലേ? പ്രാങ്കാന്ന് പറയുമ്പോ ഹലോ ഹലോ ഹായ്. ഹായ്, എന്റെ കഞ്ഞിയിൽ എന്നെ പാച്ചിടണോലെ. ചേച്ചിനെ ഞങ്ങളുടെ അടുത്തൊരു പ്രാങ്ക് കോള് വിളിച്ചതാ. ചേതമോൾ എന്റെ അടുത്ത് ക്ഷമിക്കണം, ഇവര് കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയാൻ പിടിച്ച സംസാരിച്ചോ. ഹലോ എടി സത്യമാണ്, ഞാൻ പറഞ്ഞായിരുന്നു ഇവരടുത്ത് അങ്ങനെ പ്രാങ്ക് ഒന്നും ചെയ്യില്ല. ഐ ലവ് യു. വേറൊന്നും പറയരുത്, ഇത് ലൗഡ് സ്പീക്കറാണ്, വേറൊന്നും പറയരുത്. നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, ഐ മിസ് യു ഡാ, ഐ ലവ് യു ബേബി. എന്റെ ജോലി പോയാലോ? സത്യം പറഞ്ഞ എനിക്ക് നല്ല ടെൻഷനാണ്, പ്രത്യേകിച്ച് ഡയലോഗ് ഒന്നും കിട്ടിയില്ല. ഞാൻ നിന്നെ വിളിക്കാവേ, നീ വേറൊന്നും ഇനി പറയരുത്, ഇവിടെ എല്ലാരും കണ്ടോണ്ടിരിക്കുക. ഒന്നും മിണ്ടരുത് മുത്തേ. ഓക്കെ, ഹലോ ഞാൻ പിന്നെ കടം. ഹലോ 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 ഹലോ, ഞാനാ. പേടിക്കണ്ട, ജോലിയൊന്നും പോകത്തില്ല, ഡോണ്ട് വറി. മര്യാദ കടിയില്ലേ ചേച്ചി മര്യാദക്ക് അടിയില്ലേ, അതൊക്കെ അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പെട്ടെന്ന് കോൾ എന്റെ ഇതിന് എന്നെ തെറി വിളിക്കണമെന്ന് കേൾക്കാനുള്ള സ്റ്റാമിന എനിക്ക് ഇല്ല. ഐ നോടാ, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു, ടാറ്റ, ബൈ ബൈ. ഇനി എനിക്ക് ഒരാഴ്ചക്ക് തിരുവല്ല- ഒരു വർഷത്തേക്ക് കൊച്ചിയിലോട്ട് എന്റെ പ്രവേശനം. ജോലി പോകണം. പൂർണിമ, നീ എന്റെ അടുത്ത് ക്ഷമിക്കണം, ഇവര് പറഞ്ഞ പോലെ എന്നെ ഇതില് കട്ട് ചെയ്തിട്ട് കഴുത്തിൽ കത്തി വെച്ചിട്ട് വിളിപ്പിച്ചതാണ്. ഞാൻ മനഃപൂർവ്വം വിളിച്ചതല്ല, സത്യമായിട്ടും. പുതിയ ജോലിക്കൊക്കെ പോയി തുടങ്ങിയല്ലേ? അതെ, ഞാൻ ടീച്ചറായി, പക്ഷെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ടീച്ചർ ആവണത് ഇഷ്ടമല്ല, സത്യമായിട്ട് എനിക്ക് ഇഷ്ടമല്ല ടീച്ചർ ആവാൻ, റിയൽ ആയിട്ട് കേട്ടോ. പിന്നെ ഇതിൽ ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞു വെച്ചാൽ ഈ സാരി ഒക്കെ എടുത്തിട്ട് പോയി കഷ്ടപ്പെട്ട് നിക്കണം. നിങ്ങളും എല്ലാവരും പറയുന്നുണ്ട് സാരി ഒക്കെ എടുത്ത് കാണാൻ നല്ല ഭംഗിയാണ്, കാണാനുള്ള ഭംഗി മാത്രമല്ല, എടുക്കുമ്പോ നമുക്കാണ് അറിയുന്നത്. അപ്പോ സംഭവം എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോഴും എനിക്ക് സാരി എടുക്കാൻ അറിയില്ല, എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം. ഇപ്പൊ കോസ്റ്റ്യൂമറൊക്കെയാണ് ഹെൽപ്പ് ചെയ്യാറ്. പക്ഷെ എനിക്ക് ഇപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇപ്പൊ എന്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ സാരിയാണ് കംഫർട്ടബിൾ, എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ കുറച്ച് ഡ്രസ്സസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എനിക്ക് കംഫർട്ടബിൾ. അപ്പൊ അതെനിക്ക് സാരി തീരെ കംഫർട്ടബിൾ അല്ല. നമുക്ക് കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇപ്പൊ നമ്മള് ഉണ്ണിവാവകളേനൊക്കെ ഡ്രസ്സൊക്കെ ഇടിച്ച് അവരെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നോക്കണം. അതെ, അപ്പൊ എനിക്ക് സാരി തീരെ കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് അതിന്റെ നല്ല വിഷമമുണ്ട്. ടീച്ചർ ആയത് കാരണം എനിക്ക് സാരി എടുക്കേണ്ട ഒരു അവസ്ഥ. അതെ, അതിൽ എനിക്ക് നല്ല വിഷമം. പണ്ട് സാരി എടുത്തിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ ആയിരുന്നു. പക്ഷെ ഡെയിലി റൊട്ടീനിൽ സാരി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നല്ല വിഷമമുണ്ട്. സീരിയലായിട്ട് കാണാം. അതില് അമ്മായിമ്മ പോരായിക്കോട്ടെ, അല്ലെച്ചെങ്കിൽ കരച്ചിലായിക്കോട്ടെ, ഞാനും എനിക്കുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ ഇതിലോട്ട് വന്നപ്പോഴാണ് നമുക്ക് പലതും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് പലതും അതെ മനസ്സിലാവുന്നത്. അപ്പോ അത് അതിനെ ആ രീതിക്ക് എടുക്കുക. അപ്പൊ പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ല ഇപ്പൊ ടീച്ചർ ആവുന്നതോടെ നമ്മള് വിമൻസ് അല്ലെച്ചെങ്കിൽ എന്താ പറയാ ഹസ്ബൻഡ് കെയറിങ് അല്ലെച്ചെങ്കിൽ അവരുടെ സപ്പോർട്ട്, കെയറിങ് അല്ല സപ്പോർട്ട്, തിരിച്ചങ്ങോട്ടേക്കുള്ള സപ്പോർട്ട്, അതൊക്കെ അങ്ങനത്തെ ഒരു ട്രാക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് പാട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെച്ചെങ്കിൽ ഭയങ്കര പാവമായിട്ടുള്ള ഒരാള് ബോൾഡ് ആവുന്നത്, അതൊക്കെയാണ് നമ്മളിപ്പോ ട്രാക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, അപ്പോ അങ്ങനത്തെ ഒരു ട്രാക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല ട്രാക്ക് ആയപ്പോ നമുക്ക് നല്ല നല്ല സീൻസ് വരുമ്പോ സന്തോഷം. ഞങ്ങൾക്ക് ഇപ്പൊ എൻജോയ് ചെയ്ത് ഞങ്ങളെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ ഒന്നാമത് ഫുൾ ടൈം കരച്ചിലിന്റെ സംഭവമാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ കരച്ചിൽ എന്ന് പറയുന്നത്. എന്റെ പേര് തന്നെ ഞാൻ അതിലിട്ട് ഗേൾ വിത്ത് സ്മൈൽ എന്നാണ് എന്റെ. അതെ, എനിക്ക് ചിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോ ആ ഒരു ഞാൻ പറഞ്ഞാൽ ഞാൻ ഇതുവരെയും കരഞ്ഞ് അഭിനയിച്ചിട്ടില്ല. ഈ സീരിയലിൽ വന്നപ്പോഴാണ് ഞാൻ കരയാൻ തുടങ്ങിയത്. അതിന്റെ നല്ല ബുദ്ധിമുട്ട് എനിക്കുണ്ട്. എനിക്ക് ഇഷ്ടമല്ല, എല്ലാവരും പറയുന്നുണ്ട് മീൻ എന്തിനാണ് ഈ ഫുൾ ടൈം കരഞ്ഞോണ്ട്. എനിക്ക് ഇഷ്ടമല്ല കരയാൻ, എനിക്ക് ചിരിക്കാൻ തന്നെ ഇഷ്ടം. അപ്പോ നമ്മുടെ അതൊരു ക്യാരക്ടറാണ്. അപ്പൊ ആ ക്യാരക്ടർ നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നു. ഇപ്പൊ നമ്മൾ ബോൾഡായി ഹാപ്പിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സീൻസ്, അതേപോലെ തന്നെ ആൾക്കാർക്ക് നല്ല മെസ്സേജസ് കൊടുക്കാൻ പറ്റുമ്പോൾ അതിന്റെ സന്തോഷം, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ആക്ടിങ്ങിൽ. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നേക്കാളും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. കഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നതാണല്ലോ. കുറെ നേരം ഉള്ളിൽ ആലോചിച്ചിട്ട് എപ്പോ പറയാൻ കിട്ടും.
ഓക്കെ ചേച്ചി, നമ്മുടെ ഏഷ്യൻ സീരിയൽസിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നായകന്മാര് ചില ഒരു ഫേസ് എത്തുമ്പോൾ ചിലപ്പോൾ മാറാറുണ്ട്. ഇപ്പൊ നമ്മുടെ ചന്ദ്രകാന്തം സീരിയലാണെങ്കിലും ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സീരിയലാണ്. അപ്പൊ അതിലകത്ത് നായികയും ഒരു ഫേസ് കഴിഞ്ഞപ്പോ മാറിയായിരുന്നു. അപ്പൊ ചേച്ചിയുടെ ഒരു പെർസ്പെക്ടീവിൽ നായിക മാറുമ്പോൾ അത് സീരിയലിൽ എത്രത്തോളം എഫക്ട് ചെയ്യും എന്നാണ് തോന്നുന്നത്? നായിക മാറുമ്പോഴാണോ ഞാൻ മാറുമ്പോഴാണോ? ഇല്ല, ഞാൻ ജനറൽ ആയിട്ട് ചോദിച്ചതാ. അത് സത്യം പറഞ്ഞാ ഇപ്പൊ എല്ലാവരും കൃഷ്ണേന്ദു എന്നുള്ള ഒരാളെനെ അല്ല ഇഷ്ടപ്പെടുന്നത്, മീനു എന്നുള്ള ക്യാരക്ടറിനെയാണ് ഇഷ്ടപ്പെടുന്നത്. ആ ക്യാരക്ടർ ഇഷ്ടപ്പെടാൻ കാരണം നമ്മളത് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കുന്ന കാരണമാണ് ക്യാരക്ടർ അവർ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോ ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും ചിലർക്ക്. ഈ ഒരാള് തന്നെ ഇത്രയും കാലം അഭിനയിച്ചിട്ട് പിന്നെ മാറുമ്പോൾ നെക്സ്റ്റ് വരുന്ന ആൾക്ക് അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും. എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ ആൾക്കാർ എന്നുള്ളൊരു പേടിയൊക്കെ അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കഴിവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എല്ലാവർക്കും വരുന്നൊരു ടെൻഷനാണ് അത്. അയ്യോ, ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ടെൻഷനാണ് ജോൺ ചേട്ടൻ ആദ്യമായിട്ട് മരിച്ചപ്പോ ഞാൻ ഇവനെ കല്യാണം കഴിച്ചു, അർജുനെ കല്യാണം കഴിച്ചു, അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ളൊരു സംഭവം. അപ്പൊ ഞങ്ങളുടെ കാര്യത്തിൽ അത് അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയായിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മാറിക്കഴിഞ്ഞാൽ ചിലവര് പറയും, കാരണം അത്രയും ഡൈ ഹാർട്ട് ഫാൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ആ ഒരു വ്യക്തിയോട് ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ ചുണ്ട്, നമ്മുടെ ഓരോ മാനേജ് സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് അത്രയും സ്നേഹിക്കുന്ന കാരണമാണ് അത് സീരിയലിനെ അഫക്ട് ചെയ്യുന്നത്. ആ ഒരു ക്യാരക്ടറിനെ, ആ ഒരു പേഴ്സണെ ചിലപ്പോൾ അവർ അറിയാണ്ട് ഇഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ റിയൽ ലൈഫിൽ ആ പേഴ്സൺ അത്ര നല്ല ആളൊന്നും ആയിരിക്കില്ല, പക്ഷെ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടർ ആകുമ്പോൾ അവർ പറയും, എല്ലാവരും പറയുന്നതാണ്, ഇപ്പോൾ ആദ്യമായിട്ട് മരിച്ചപ്പോൾ ഞങ്ങൾ ഇനി സീരിയൽ കാണില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും കമന്റ്സ് നോട്ട് ചെയ്യുന്ന ആളാണ്. അതിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഞാൻ പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കും ചിലരുടെയൊക്കെ ഭയങ്കരമായിട്ട്. പിന്നെ യൂട്യൂബിൽ കമന്റ്സ് ഒക്കെ വരുന്ന സംഭവം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കമന്റ്സ് ഭയങ്കരമായിട്ട് നോക്കുന്ന ആൾക്കാരാണ്. അത് വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരും പറയും അർജുന്റെ താടി കട്ട് ചെയ്യണം, മീനു ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കണം, മീനു കുറച്ചും കൂടി ഇമ്പ്രൂവ്. അത് നമ്മൾ നന്നായിട്ട് നോക്കാറുണ്ട് കേട്ടോ. ഇമ്പ്രൂവ് ചെയ്യാൻ, നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാൻ നല്ലതാണത്. അപ്പോൾ അത് നല്ല രീതിക്ക് നമുക്ക് നോക്കാം. അപ്പൊ അന്ന് കമന്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് കമന്റ് ചെയ്യുമ്പോഴാണ്, അതായത് ഒരൊറ്റ കമന്റ് ആണെങ്കിൽ ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കാണില്ല, ഈ സീരിയൽ വെറുത്തുപോയി, കാണില്ല. അപ്പോഴും ആൾക്കാരുടെ വിചാരം നമ്മളായിട്ട് പറഞ്ഞു വിട്ടതാണ്, അങ്ങനെയൊക്കെയാന്ന് വിചാരിക്കുന്നത്. പക്ഷെ അത് സ്റ്റോറി എങ്ങനെയാണ്, സ്റ്റോറി പോണ രീതി അങ്ങനെയാണ്. അതേപോലെ തന്നെ മീനു അർജുനും കൊള്ളില്ല അങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ കാണില്ല, നിങ്ങളുടെ പേരല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞത് അത് അത്ര ഇഷ്ടമുള്ള കാരണമാണ് അവരത് പറയുന്നത്. അങ്ങനെ പറഞ്ഞ ആള് തന്നെ എന്താ പറയാ, നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ യൂട്യൂബിൽ അവരുടെ ഒരു കമന്റ് ചെയ്യുന്ന സമയത്ത് ആ റൗണ്ട് ഒരു സംഭവമാണല്ലോ പ്രൊഫൈലില്, അതെടുത്ത് നോക്കുമ്പോൾ ദ സെയിം പേഴ്സൺ എന്തോ കമന്റ് അങ്ങനെ കാണാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് താഴത്തേക്ക് അത് ചിലതൊക്കെ കാണാൻ പറ്റും. അതെ, മാറ്റി പറഞ്ഞ സംഭവം നമുക്ക്. പിന്നെ ഇപ്പൊ അവര് പറയുന്നത് മീനു അർജുനും കൊള്ളില്ല, അവര് എന്താ തീരെ മാച്ച് അല്ല, അഭിനയം പോരാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ഞങ്ങളെ മാജിക്കൽ ഫയർ എന്നൊക്കെ പറയുമ്പോ അത് ഞങ്ങളുടെ സന്തോഷം, ഒരു കുളിർമ. അത് ആ പേരിനെയും ഞങ്ങളുടെ അതും അക്സെപ്റ്റ് ചെയ്ത കാരണമാണല്ലോ. അത് അത്ര ആൾക്കാർ ഉള്ളിലോട്ട് എടുത്തോണ്ടാണ്. നമ്മുടെ നന്ദ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടൊരു ചേച്ചി ആയിരുന്നില്ലേ, ചേച്ചിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹൈപ്പിൽ നിന്നിട്ട് പെട്ടെന്ന് മാറി. അത് എന്തായിരിക്കും ചേച്ചിയുടെ ഒരു ഇതില്? വേറെ സീരിയലാണ് അത് മാറിയത് എന്തോ എഫക്ട് ചെയ്തു തോന്നുന്നുണ്ടോ? മാറിയത് ചിലവര് പറയുന്നു അത് ഇതേപോലെ തന്നെ വന്നിരുന്നു. ഞാനും അവരുടെയും നോക്കണമല്ലോ, നല്ല സീൻസ് ഒക്കെ കാണും. അത് ഈ സമയത്ത് നമുക്ക് എന്താണ്, നമ്മൾ ആർട്ടിസ്റ്റ് അങ്ങനെ അറിയുന്നൊന്നുമില്ല, എന്താ സംഭവിക്കണം അറിയില്ല. അപ്പൊ ഞാനും എല്ലാരും നോക്കുന്ന പോലെ അയ്യോ ഈ കുട്ടി എന്താ മാറിയത്, നല്ല ഹൈപ്പിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നത്. ഞാൻ നോക്കിയ സമയത്ത് ഇങ്ങനെ കമന്റിൽ ചിലവർ പറയുന്നുണ്ട് ഡേറ്റ് ക്ലാഷ് ആണ്, അതേപോലെ തന്നെ ചിലവർ പറയുന്നുണ്ട് പിന്നെ ലൈവ് വന്ന് എന്തോ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നുന്നത് ചിലവര് പറയും ആക്ടിങ് കൊള്ളാഞ്ഞിട്ടാണ്, എല്ലാരും മാറ്റുമ്പോ പറയുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് കൂടുതൽ ചോദിക്കുന്നു, പിന്നെ അഭിനയം കൊള്ളില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും അവിടെ ഉണ്ട്. ആദ്യമായിട്ട് പഠിച്ചത് തന്നെ ആദ്യമായിട്ട് ക്യാരക്ടർ സ്റ്റോറി അങ്ങനെയാണ്. അതുകൊണ്ട് ചിലപ്പോ ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സോ എന്തെങ്കിലും ഉണ്ടായിരിക്കും, ഇപ്പൊ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ചിലപ്പോ വേറെ ഡേറ്റ്, വേറെ സീരിയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡേറ്റ് ആയിട്ട് എന്തെങ്കിലും ക്ലാഷ് ഉണ്ടായിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇപ്പൊ ഏതോ ഒരു സീരിയലില് ഒരു നായകൻ മാറിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ആക്ച്വലി തമിഴോ കന്നഡയോ എന്തായിരുന്നു ആ ഒരു ചേട്ടൻ. അപ്പോ ആൾക്ക് എന്താ പറയാ ലാംഗ്വേജ് നമുക്ക് തന്നെ കിട്ടുന്നില്ല. ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് മാറ്റിയത്. പക്ഷെ അതിന് പല റൂമേഴ്സിന് തന്നെ കുറവൊന്നും, സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുമ്പോൾ റൂമേഴ്സ് പറയാൻ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് ചില സമയത്ത് ബാധിക്കും, എന്നാലും അവിടെ നെക്സ്റ്റ് വരുന്ന ആളും പിന്നെ സീരിയലിന്റെ സ്റ്റോറി
അതായത് ചില ആൾക്കാര് വില്ലത്തികളായിരിക്കുമ്പോ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പിന്നെ മാറി വരുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഭയങ്കര ഇഷ്ടമാന്ന് പറയുന്നവരുണ്ട്. ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ബുദ്ധിയുള്ള ആൾക്കാരും ബോധമുള്ള ആൾക്കാരൊക്കെ മനസ്സിലാവും. അതെ, പിന്നെ അത്രയും ഇല്ലാത്ത ആൾക്കാരാണ് അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല. അതെ, സീരിയലാന്നുള്ള രീതിക്ക് എടുക്കുന്നു. ക്യാരക്ടർ അതാണ്. ചിലപ്പോ അത് എന്തെങ്കിലും കാരണം ഉണ്ടാവും. എവിടെയൊക്കെയോ ചെറിയ ചെറിയ റൂമേഴ്സ് വരുത്തുന്ന അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്തിട്ട് ഓരോ കഥകള് ഉണ്ടാക്കുന്ന ആൾക്കാര് അത്രേ ഉള്ളൂ. അത് വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്റർവ്യൂ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങാം. അതെ അതെ, ഇനി ഒരു 3 ദിവസത്തെ ഷൂട്ട്, ഇപ്പൊ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് പ്ലാൻ ചെയ്യുമ്പോഴൊന്നും നടക്കാറൊന്നുമില്ല. സത്യസന്ധമായിട്ട് അല്ല, ഞങ്ങള് പുറത്തു പോകുന്നതൊക്കെ ഭയങ്കര കുറവാണ്, ഞങ്ങൾ എല്ലാരും കൂടിയിട്ട്. ഇപ്പൊ അമ്മയ്ക്കാണെങ്കിൽ ജോബ് ഉണ്ട്, അച്ഛനാണെച്ചെങ്കിലും അതേപോലെ തന്നെ അനിയത്തി ഉണ്ട്. അപ്പൊ എല്ലാരെയും കിട്ടുന്ന ടൈം, ഇപ്പൊ എനിക്ക് പോയ സമയത്ത് എനിക്ക് ജോലി കിട്ടിയത് മുതൽ എല്ലാവരുടെയും ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങൾ അതെ അതെ പുറത്തു പോകുന്നത് കുറവാണ്, ഔട്ടിങ്ങിന് പോകുന്നത് ഫാമിലി ഒക്കെ ആയിട്ട്. അപ്പൊ എനിക്കൊരു അറിയില്ല, അമ്മയ്ക്ക് ലീവ് കിട്ടുകയാണെങ്കിൽ. അതെ അതെ, ഈ പറഞ്ഞ പോലെ 2 വർഷം കൊണ്ട് ഭയങ്കര ഒരു ഗ്രോത്ത് ഉണ്ടായല്ലോ, അതുപോലെ ഇനി ഞാൻ ചേച്ചിയെ കാണുമ്പോൾ ഇതിലും ഗ്രോത്ത് ഉണ്ടാവട്ടെ. ഡ്രീം ചെയ്യണ എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. ശരിക്കും പറയുകയാണെങ്കിൽ ലൈഫ് ഫ്ലറിഷ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.